കൊച്ചി താലൂക്ക് സെൻട്രൽ ജമാഅത്ത് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ സദസ്സും ഇഫ്താർ സംഗമവും നടത്തി. മയക്കുമരുന്നുമായി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും ഉപയോഗത്തിൽ നിന്ന് ഇനിയും പിന്തിരിയാത്ത വ്യക്തികൾക്കും വിൽപ്പന നടത്തുന്നവർക്കും മഹല്ലിൽ നിന്നുള്ള യാതൊരു സേവനങ്ങളും നൽകേണ്ടതില്ലെന്ന് കൊച്ചി താലൂക്ക് സെൻട്രൽ ജമാഅത്ത് കൗൺസിൽ തീരുമാനം. കൊച്ചിയിലെ വിവിധ മഹല്ല് ഭാരവാഹികളും ഉലമാക്കളും പങ്കെടുത്ത ലഹരി വിരുദ്ധ പ്രതിരോധ യോഗത്തിലാണ് തീരുമാനം. യോഗം ജില്ലാ ജമാഅത്ത് കൗൺസിൽ പ്രസിഡന്റ് ടി അഹമ്മദ് കബീർ ഉദ്ഘാടനം ചെയ്തു. ഒരു പരിപാടി ഒന്നിന് സ്വീകരിക്കേണ്ട പ്രാഥമികമായ മാതൃകകളാണ്. ലോകം ശീഘ്രഗതിയിൽ സാമ്പത്തികമായി വളരെ സമൂഹത്തിന്റെ ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്കറിയാം, സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുമ്പോഴെല്ലാം ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ സാംസ്കാരികമായി താഴോട്ട് സമ്പത്ത് വർദ്ധിക്കുക, വിശ്രമ സമയം അധികം ലഭിക്കുക, വിനോദങ്ങൾക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിക്കുക, അത് സാമ്പത്തിക വളർച്ചയുടെ ഒരു ഭാഗം. ഒരു ഘട്ടം എത്തുമ്പോഴേക്ക് നമ്മുടെ സാംസ്കാരിക നിലവാരം താഴോട്ട്. ഈ ഇഫ്താർ സംഗമം ഇത്തരത്തിലുള്ള ഒരു സദസ്സിന് വേദിയാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഏതാണ്ട് ഒരു 3 കാലങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ വട്ടാക്കരയിൽ താലൂക്ക് ജമാഅത്ത് നേതൃത്വം കൊടുത്തുകൊണ്ട് അന്നത്തെ ജനപ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥരുമെല്ലാം ഇറങ്ങുന്ന ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒട്ടനവധി പരിപാടികൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കുകയുണ്ടായി. അങ്ങനെ വീടുകൾ തോറും നമ്മുടെ പള്ളിയിലെ ഹദീബുമാരും ആ പള്ളിയിലെ ഭാരവാഹികളും പറമ്പുകൾ തോറും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ബുക്ക്ലെറ്റ് ഏതാണ്ട് ഈ രോഗവുമായി ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ആളുകൾക്കുണ്ടാകുന്ന ലക്ഷണങ്ങളും അതിന്റെ PH നാസർ അധ്യക്ഷത വഹിച്ചു. CA ഫൈസൽ സ്വാഗതം പറഞ്ഞു. KA സിദ്ദീഖ് നിസാമി അൽ റഷാദി മുഖ്യ പ്രഭാഷണം നടത്തി. CG രാജഗോപാൽ, PMA സലാം, ആന്റണി കുരിത്തറ, KM റിയാദ്, അക്ബർ ബാദ്ഷാ, PA അബ്ദുൽ ഖാദർ, MM അബ്ദുൽ മജീദ്, അഷ്റഫ്, KJ ആന്റണി, KA മുഹമ്മദ് അഷ്റഫ്, റഫീഖ് നൈന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഇഫ്താർ സംഗമവും നടന്നു. നിസ്ബിറോ മട്ടാഞ്ചേരി.